ഞങ്ങൾ എൻ്റെ വട്ടമല ശ്രീ മുരുകൻ ക്ഷേത്രത്തിലേക്ക് വന്നിറങ്ങിയപ്പോഴേ നല്ല കാറ്റുമൊക്കെയാണ് ഇവിടെ. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല മുകളിലാണ് അമ്പലം തോന്നുന്നത്, അവിടെ മേളിലാണ് അമ്പലം തോന്നുന്നു. മുരുകൻ എവിടെ നിന്നാലും മേളിലിരിക്കത്തുള്ളൂ. എൻ്റെ ഒരു ഗോൾഡൻ ബ്രിഡ്ജ്, വട്ടമല മുരുകൻ ക്ഷേത്രം ഗോൾഡൻ ബ്രിഡ്ജ് എന്നൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഇവിടെ ഇങ്ങനെ. നമുക്കിനി അമ്പലത്തിലോട്ട് പോകാം, അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. സ്റ്റെപ്പ് കാണില്ല, അപ്പം മുകളിൽ തന്നെ ഇരിക്കുന്നത്. മല ശ്രീ മുരുകൻ ക്ഷേത്രം. അദ്ദേഹം താഴെ കഴിക്കാറില്ല, മേളിൽ കാണുന്നതാകാം ക്ഷേത്രം. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരികയാണ്. പാലക്കാട്ട് വന്നപ്പോൾ ഇവിടെ ഒരു മുരുകൻ ക്ഷേത്രം ഒന്ന് കാണാൻ വെച്ചുകൊണ്ട് വന്നതാണ്. നല്ല സ്ഥലം, കൽപ്പാത്തിപ്പുഴയുടെ കരയിൽ. അതിന്റെ ആൽത്തറ വരാണ്ട് ഇളകി നിൽക്കുന്നത്. ഗോൾഡൻ ബ്രിഡ്ജില്ലേ, ഗോൾഡൻ ബ്രിഡ്ജ്. അത് കണ്ടാ ഗോൾഡൻ കളർ പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഗോൾഡൻ ബ്രിഡ്ജ് എന്ന് പേരുമുണ്ട്. എൻ്റെ പേര് ഇട്ടേക്കുന്ന ഗോൾഡൻ ബ്രിഡ്ജ് എന്നാ. പാലം അടുത്ത കാലത്ത് വന്നതാണോ? വെള്ളപ്പൊക്കത്തിന് ശേഷം വന്നതോ? വയനാട്ടിലെ വെള്ളപ്പൊക്ക ശേഷം ഇത്രയൊക്കെ ആയത് അതിനുശേഷം. അപ്പൊ അത് ഇതാണ്ട് അപ്പുറത്ത് ഇവിടെ എല്ലാം അവിടെ ചാക്കുകെട്ടുകളൊക്കെ ഒത്തിരി എടുക്കും. അതേക്കൂടായിരിക്കും വന്നോണ്ടിരുന്നെന്ന്. പക്ഷെ പുഴയക്കടി ചാക്കുകെട്ടിലൊക്കെ എന്തെങ്കിലും ഒഴുകി പോത്തില്ലേ? എപ്പോഴും ഇങ്ങനല്ലോ. പരന്നൊഴുകി ഒത്തിരിയാടുണ്ട്. ഞങ്ങൾ വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. ക്ഷേത്രം സ്ഥാപിച്ച ശ്രീ ഗുരു ഗോവിന്ദ സ്വാമിജി. ഇവിടം കണ്ടാലേ നമ്മുടെ അവിടെ കേരളൂർ അമ്പലം അത്ഭുത ഗണപതി, അതിൻ്റെ ഒരിതുപോലെ വന്നിട്ടില്ലേ? അതിൻ്റെ ആൽത്തറ പോലെ ഏകദേശം. നമ്മൾ നാഗർകോവിലിൽ നിന്ന് വരുമ്പോഴേ ഒരു കേരളൂർ എന്നൊരു അമ്പലമുണ്ട്, ഒരു അത്ഭുത ഗണപതി. അതുപോലെ ഇരിക്കും ഇവിടം കണ്ടാൽ. നല്ല പ്രകൃതിരമണീയമായ സ്ഥലം, നല്ല കാറ്റും. ഇവിടെ കടലില്ലെങ്കിലും പാലക്കാട് ഒത്തിരി ഭയങ്കര കാറ്റാണ്. വലിയ ബീച്ചുകളൊന്നുമില്ല, പക്ഷെ ഭയങ്കര കാറ്റുണ്ട്. മുറ്റി കയറണമല്ലോ. നമ്മൾ പറഞ്ഞ പോലല്ല, ഇവിടെ മുരുകൻ മേളിൽ തന്നെ. പുള്ളി താഴെ അങ്ങ് സാറിന് ഇരിക്കുന്ന പതിവില്ല. പറഞ്ഞാല് സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും പക്ഷെ അത്ര സ്റ്റെപ്പില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. അല്ല, കുറച്ച് സ്ഥലമേ ഉള്ളൂ. മറ്റേ നമ്മുടെ വെള്ളിമലയൊക്കെ കയറുന്ന അത്ര. അങ്ങോട്ടുണ്ട് സ്റ്റെപ്പ്. ഞാൻ വെച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുന്നു. അങ്ങോട്ട് എന്തുവാ അവിടെ വന്നപ്പോഴാണല്ലോ ഇവിടെ സ്റ്റെപ്പ് കയറി മേളിൽ ചെന്നിട്ട് ബാക്കിയാണ്. നമ്മളിതിൻ്റെ മേളിൽ കയറിയിട്ടില്ല. അതാണ് നല്ല കാഴ്ച. കൽപ്പാത്തിപ്പുഴയുടെ നടുക്ക് ഒരു ദ്വീപ് പോലെ ഇല്ലേ, ഒരു ദ്വീപ് പോലെ അമ്പലം. നല്ല വിശാലമായ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അകത്തോട്ട് എത്തിപ്പെടാൻ ഇച്ചിരി ദൂരമാണെന്നുള്ളേ ഉള്ളൂ.
ഇതിൻ്റെ ഒരു ഭാഗം വരെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഒരമ്പലത്തിൽ കാണാതെ പ്രത്യേക അമ്പലത്തിലെ ഗോപുരത്തിൻ്റെ അവിടെ ഗോപുരത്തിൻ്റെ വിഷ്ണു ക്ഷേത്രത്തിന്റെ ഗോപുരത്തിൻ്റെ അത്രയുള്ള മേളിൽ വന്ന് ചുറ്റുമുള്ള ഒരു വീഡിയോയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം. കാറ്റാണെങ്കിൽ അതിനേക്കാൾ ഭയങ്കരം. ഇവിടെ നിൽക്കുമ്പോഴുള്ള കാറ്റ് കണ്ടു, മൂവാറ്റെടുത്ത് പറന്നു പോകുന്ന പോലത്തെ കാറ്റ്, ഭയങ്കരം കാറ്റാണ് ഇവിടെ. ഇതിൻ്റെ ഏറ്റവും മേളിലായിട്ട് നിൽക്കുന്ന അമ്പലത്തിൻ്റെ അമ്പലത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ അമ്പലത്തിലെ വീഡിയോ ഒന്നും എടുക്കാനൊക്കത്തില്ല, എന്നാലും ഇവിടെയുള്ള ഇതൊക്കെയെന്ന് പറയാം. ഇവിടെ മുകളിൽ വന്നാൽ ഗണപതി ഉണ്ട്, ഉപദേവതായിട്ട് ഗണപതി, ഇടുമ്പന്, മറ്റേ പറഞ്ഞു ഭൈരവനാഥൻ, പിന്നെ വള്ളിയും ദേവയാനിയും സുബ്രഹ്മണ്യനുള്ളൊരു ഒന്നും, പിന്നുള്ള മെയിനായിട്ടുള്ളത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ആണ്. അതിൻ്റെ സൈഡിലൂടെ ഇത് ഈ പളനിയെ പോലെ നവപാഷാണ വിഗ്രഹം എന്നാണ് ഇവിടുത്തെ വിഗ്രഹം തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഇവിടെ വന്നുകൊണ്ട് നല്ലതായില്ലയോ? ആദ്യമായിട്ട് വന്ന് അമ്പലത്തിൽ വന്നത് കാവടിയൊക്കെ അവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പോയി കഴിഞ്ഞാൽ കാവടിയൊക്കെ ഇവിടെ തിരിച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ കൂടെ ഇതാ താഴേക്ക് ഇറങ്ങുന്ന സ്ഥലമാണ്. ഞങ്ങൾ എൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. ആദ്യത്തെ നിലയിലുള്ള ഉപദേവത എന്ന് പറയുന്നത് മത്സ്യാവതാരം, അയ്യപ്പൻ, സിംഹവാഹിനി, പിന്നെ എന്നാണ് ദുർഗാദേവി, പിന്നെ ബ്രഹ്മദേവന്, പിന്നെ മുനീശ്വരനും ശനീശ്വരനും. പിന്നെ അവിടെ മെയിനായിട്ടുള്ള വെച്ചിട്ട് ഗോപുരമൊക്കെ വെച്ചേക്കുന്നത് അനന്തശയനം. അതിൻ്റെ കൂടെ മൃഗത്തിൽ ചെല്ലുമ്പോൾ ഒരു വലിയ കൃഷ്ണ വിഗ്രഹം കാണാം. ഇതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനൊക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യങ്ങൾ പറഞ്ഞത്. കാറ്റ് ഒരു രക്ഷയില്ലാത്ത കാറ്റ്. എൻ്റെ ഇവിടെ തൊഴുത് അർച്ചനയൊക്കെ കഴിച്ചു പ്രസാദമൊക്കെ കിട്ടേണ്ടത് ഉണ്ടാകും. പഞ്ചാമൃതം അതും കുറച്ചൊക്കെ പ്രസാദമായിട്ട് കിട്ടി ഇവിടുന്ന്. പിന്നെ അവലിന് മാലയുടെ നൈദ്യത്തിൽ അതും പങ്ക് കിട്ടി. വളരെ വളരെ ഹാപ്പിയായിട്ട് ആണ് ഞങ്ങളിവിടുന്ന് പോകാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നത്തില്ലേ? ആ കാറ്റും നല്ല സൂപ്പർ കാറ്റും നല്ല ഒരു സ്ഥലവും. ഇവിടെ ഞങ്ങൾക്ക് പോകാൻ തോന്നി. ഇവിടെ നിൽക്കുക, അമ്പലം അടയ്ക്കാറായി. കഴിച്ചു കഴിഞ്ഞു. സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടോ? സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടോ? കാറ്റടിച്ച് ഇറങ്ങുന്നതല്ലേ? ഇവിടുത്തെ കാറ്റിൻ്റെ ഗതി അറിയാം. ഫാനൊക്കെ തന്നെത്താനെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. താഴെ ഒരു ഹോളുണ്ട്, ഭജന ഹോളായിരിക്കും ചിലപ്പോൾ. ഇത് എല്ലാം ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതിൻ്റെ മേളിലാണ് അമ്പലം. അങ്ങനെ വട്ടം വരെ തൊഴുതേച്ച് തിരിച്ചു പോവുകയാണ്. ഒട്ടും മനസ്സോടല്ല. ഇനി വരുമ്പോൾ ഞങ്ങളിവിടെ കൊണ്ടുവരണം കേട്ടോ. നല്ലൊരു പാലക്കാട്ട് വന്ന് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായത്. നല്ലൊരു സ്ഥലം. അതെ, ശരിക്കും മടിച്ചാ പോകുന്നത്. ഞാൻ കാറ്റങ്ങോട്ട് ഇട്ടാണെങ്കിൽ ഒട്ടും പോകാൻ തോന്നുന്നില്ല. ഇനിയും ഞങ്ങൾ വരാമേ. ഞങ്ങൾ വേണ്ട അവിടുന്ന് മടിച്ചാണെങ്കിലും ഇവിടുന്ന് പോവുകയാണ്. നല്ലൊരു സ്ഥലം. ഇവിടെ വിട്ടങ്ങോട്ട് പോകാൻ തോന്നുന്നത്. നല്ല കാറ്റുമൊക്കെ ഇട്ട് മടിച്ചാണെങ്കിലും പോവുകയാണ്. എന്നാലും ഞങ്ങൾ ഇനിയും വരുമ്പോഴും ഇവിടെ വരും. ഞങ്ങളെ കൊണ്ടുവന്ന രാധാകൃഷ്ണൻ ശ്രീ ഏറ്റിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ വരും. അപ്പം ഇനിയും വരുന്നിടം വരേക്കും ബൈ. ഇനിയും സന്ധിക്കും വരേക്കും പാലക്കാടിൽ ഇപ്പം അങ്ങനെ പറയില്ല. സന്ധിക്കും വരേക്കും വണക്കം. ബൈ. അങ്ങോട്ട് പോയ വഴിക്ക് മുനീശ്വര സ്വാമി ക്ഷേത്രമുണ്ട് ഇവിടെ. ഇവിടുത്തെ മുനീശ്വരനെയാണ്
അവിടെ വെച്ചിട്ടുണ്ട്. ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല. ഇവിടുത്തെ മുനീശ്വരനെ അവിടെ തൊഴുതു. ഇവിടുത്തെ മുനീശ്വരനാണ് അവിടുത്തെ അമ്പലം സ്ഥാപിച്ചേക്കുന്ന അങ്ങനെ. മുനീശ്വരൻ അല്ലാതെ ഇരിപ്പുണ്ടല്ലോ ഇടണം വെച്ചേക്കുന്നത്. പിന്നെ അവിടെ കണ്ട് ഇവിടെ ഒക്കെ ഇനിയും ഇറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. മഹാദേവനും അയ്യപ്പനും ഗണപതിയും ഇവിടെ മുനീശ്വരൻ. അത് ശരി. ആ അത്രയും കണ്ടില്ല. അമ്പലം കണ്ടില്ല. ഇപ്പുറത്തുണ്ട് അവിടെ ഫോട്ടോ വെച്ചിരിക്കുന്നു. അത് ശരി.